ഇന്ന് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ, ചെമ്മീൻ കായ റോസ്റ്റ്. അപ്പം പച്ചച്ചെമ്മീനും കൊണ്ടാട്ടോ ഇന്ന് വന്നേ. അപ്പം ഇതിനെ കുട്ടാപ്പിയാക്കി നന്നാക്കി എടുക്കുക എന്നതാണ് ഫസ്റ്റ് ടാസ്ക്. അത്ര ചെറിയ ചെമ്മീൻ അല്ലാതിരുന്നതുകൊണ്ട് നന്നാക്കി എടുക്കാൻ അത്ര വലിയ ടാസ്ക് ഒന്നും ആവില്ല. അപ്പോൾ 3-4 വട്ടം കഴുകി എടുത്തിട്ട് വേണം കേട്ടോ നന്നാക്കാൻ ആരംഭിക്കാൻ. ക്ലീൻ ആക്കാൻ അറിയില്ലാത്ത ആരേലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാട്ടോ ക്ലീനിങ് വീഡിയോ കൂടി നമ്മൾ ആഡ് ആക്കിയേക്കുന്നേ. പിന്നെ ചെമ്മീൻ്റെ തലഭാഗത്തുള്ള പൊന്ന് കളയരുത് കേട്ടാ, ടേസ്റ്റിൻ്റെ കേന്ദ്രം തന്നെ അതാണ്. എനിക്കിതിന് പൊന്നെന്ന് കേട്ട പരിചയം, ഞണ്ടിൻ്റെ പൊന്നെ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എന്താണെന്ന് പ്രത്യേകിച്ച് പിടിയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ച ചെമ്മീനിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി കൂടെ പോന്നിട്ടുണ്ട്, ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്തിനുള്ള പുറപ്പാടാണെന്നല്ലേ, വേവിക്കാൻ പോവാ. ചെട മഞ്ഞപ്പൊടി മറന്ന് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. ഇച്ചിരി അങ്ങ് തിളച്ച് വരട്ടെ, കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാതി വേവൊക്കെ ആയി വരുമ്പോൾ കായ നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അതവിടെ ഇരുന്ന് വേവട്ടെ. അമ്മ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാനുള്ള തിരക്കിലാണ്. ഇനി മറ്റൊരു ചട്ടി എടുത്ത് എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ആ പൊട്ടലും ചീറ്റലും തീരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. അത് വേവാനുള്ള കുറച്ചു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില നുറുക്കിയതും ചേർത്ത് കൊടുക്കണേ. ഒന്നും നോക്കണ്ട, അറഞ്ച് ഇളക്കി കൊടുത്തോ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ആദ്യം ഇടേണ്ട സാധനങ്ങൾ ലാസ്റ്റാണ് കാണിക്കണേന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. കാരണം തേങ്ങാക്കൊത്ത് ഇപ്പോൾ പൊങ്ങി വന്നതാണ്. എൻ്റെന്ന് ഇനിയേ ആ ബൈറ്റ് ഫീൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പറയാൻ ലേശം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ പറഞ്ഞേ, നിങ്ങൾ സവാള വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമ്മുടെ കൂട്ട് നന്നായി വഴണ്ടു വരുമ്പോൾ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കണം കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചിട്ടത് വേവിച്ച കൂട്ടിൽ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുള്ളത് കൊണ്ട് കേട്ടോ. ഇനി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്ക് കുരുമുളക് പൊടി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് തിളയ്ക്കണ ഒരു ഫോർമാറ്റ് ആവട്ടെ. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞങ്ങ് വരും. അയവ, അപ്പോഴാട്ടോ വേവിച്ച് വെച്ച ചെമ്മീനും കായയും ചേർത്ത് കൊടുക്കണ്ടേ. ആക്ച്വലി ആ ഇടണ ഷോട്ട് അങ്ങ് മിസ്സായിനേ, കൈ തട്ടിപ്പോൾ പോസായി പോയി. ഇനി നമ്മുടെ അമ്മമാരുടെ വീട്ടിലെ സ്ഥിരം പരിപാടി ആ വേവിച്ച് വെച്ച കൂട്ടിൻ്റെ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ചട്ടീനെ തുടച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി മൂടി വെച്ചങ്ങ് വേവിക്കാം. പാകാവുമ്പോൾ ഒരു കിടക്കാച്ചി സ്മെല്ല് വരും. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നല്ല ചൂട് ചോറെടുത്ത് ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ ഇട്ട് അതിലേക്ക് കുറച്ച് കറി കൂടി ചേർത്ത് ഒരു വാളം ചോറെടുത്ത് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, സ്വർഗം. അപ്പം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ കൂടണേ.